Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. മാഡം എന്താ ഡോക്ടറെ അടുത്തേക്ക് വന്നേ? ഡോക്ടർ ബാലു, ഈ മരുന്ന് കഴിച്ചാൽ എന്റെ അമ്മാവന്റെ അസുഖം കുറയും അല്ലേ? എനിക്ക് എന്റെ അമ്മാവനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിയാകുന്നു. എന്റെ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗം മാറും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും. ഉണർന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷുമായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ മാഡം, എന്റെ അടുത്ത് ദിവസവും എത്ര രോഗികൾ വരുന്നുണ്ടെന്നാ. ഓഹോ ഇവിടെ വരൂ. ഓഹോ, ഇവിടെന്ന് വെച്ചാൽ എവിടെയാണ്? ഞാൻ ഈ ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കണോ? അയ്യോ വേണ്ട, അതിടയ്ക്ക് വായിൽ നിന്ന് വരുന്നതാ. അവിടെ ഇരിക്ക്. എന്നിട്ട് ഈ മരുന്നുകൾ വാങ്ങിക്ക്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം. ഓക്കെ ഓക്കെ, ഞാൻ ഈ മരുന്ന് അമ്മാവന് എത്തിച്ചോളാം. കുട്ടികളെ, ഞാൻ പറയുന്ന കേക്ക്. ഈ മരുന്ന് അമ്മാവന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ ഇമ്പോർട്ടന്റുമാണ്. വേഗം ഇത് അമ്മാവന് കൊടുത്തിട്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ പോകാൻ വൈകി. ഞാൻ പോകുക. ഒരു ഡോസ് മരുന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അമ്മാവന് കൊടുത്തേക്കൂ. ഇവിടെ വരൂ. ഇവിടെ വരണോ അതോ അമ്മാവന്റെ അടുത്തേക്ക് പോണോ? ഇപ്പൊ ഇവിടെ വരൂ. എന്നിട്ട് കേക്കൂ. പിന്നീട് പോകൂ. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ അമ്മാവനെ. അങ്ങെന്തിനാണ് അമ്മാവന്ന് വിളിക്കുന്നത്? അമ്മാവനെ അമ്മാവ എന്നല്ലാതെ കൊച്ചാന്ന് വിളിക്കുമ്പോ അമ്മാവൻ അമ്മാവനാണ്. അതിപ്പോ നിന്റെ ആയാലും എന്റെ ആയാലും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗുളിക അമ്മാവനുള്ളതാണ്. ഇനി നീ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. സംസാരം കൊണ്ടുള്ള ഡാൻസ് നിർത്തു. സ്കൂൾ കുട്ടിയെ പോലെ ഞാൻ പറയുന്നത് അനുസരിക്കൂ. ഈ ഗുളിക ഭക്ഷണത്തിന് മുമ്പാണ് അമ്മാവന് കൊടുക്കേണ്ടത്. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വീതം കൊടുക്കണം. ഇനി പോകൂ. എന്നിട്ട് വേഗം അമ്മാവന് ഈ മരുന്ന് കൊടുത്തിട്ട് വരൂ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ സിറപ്പ് കഴിക്കുമ്പോ സ്പൂൺ വിഴുങ്ങിക്കഴിഞ്ഞാൽ തൊണ്ടേ കൊടുങ്ങില്ലേ? ഉപദേശിച്ചാലും നന്നാവാത്ത മണ്ട. നിന്റെ തലയിൽ എന്താ ഗുണ്ട കളി? എന്നോട് വേണ്ട. നിന്റെ തല കണ്ടാൽ ബോണ്ട. സ്പൂണല്ല, ഈ സിറപ്പാണ് കഴിക്കേണ്ടത്. മനസ്സിലായോ? ഇല്ല. എനിക്ക് തോന്നി നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അല്ലല്ല, മനസ്സിലായി. അല്ല അത് ശരി, എന്നാൽ ഈ മരുന്ന് ഞങ്ങൾ അമ്മാവന് കൊടുത്തിട്ട് വരാം. താങ്ക് യു ഡോക്ടർ ബാലു. ഡോക്ടർ ബാലു പറഞ്ഞത് ഈ മരുന്ന് അമ്മാവന് വേണ്ടി ഉള്ളതെന്നാണ്. പക്ഷെ അതെങ്ങനെയാ സംഭവിക്കുക? അല്ല സുഹൃത്താറെ, നിന്റെ അമ്മാവൻ എന്താ പറ്റിയേ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. 2 ദിവസത്തിന് മുമ്പ് സംസാരിക്കുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മരുന്ന് എന്നിട്ട് മാഡം പറഞ്ഞത് ഈ മരുന്നും അമ്മാവന് കൊടുക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ? ചിലപ്പോ നിന്റെ അമ്മാവനെ മാഡം ഇന്നലെ കണ്ടു കാണും. പെട്ടെന്നെങ്ങാനും വയ്യാതെ ആയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സംഭവിക്കാൻ വഴിയുണ്ട്. എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. വേഗം വാ, നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഹണി, നിനക്കത് പറ്റില്ലല്ലോ. കഴുതേ, നീ സൈഡിലായിരുന്നില്ലേ? വണ്ടിയുടെ മുമ്പിൽ എന്തിനാ വന്നേ? അല്ല, ബൈക്കാരൻ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് വഴിന്ന് മാറി നിൽക്കാൻ. അതാ നടുക്കോട്ട് മാറിയത്. എന്റെ അമ്മച്ചി, ദൈവം ബുദ്ധി കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ഇവന് എലിയെ പിടിക്കാൻ പോയി കാണും. സംശയമുണ്ടോ? നിനക്കൊന്നും പറ്റാഞ്ഞത് നന്നായി. പക്ഷേ എന്റെ അമ്മാവന്റെ മരുന്ന് മരത്തിൽ കയറി കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ എടുത്തോണ്ട് വരാം. നീ എന്തിനാ അവിടെ ഡാൻസ് കളിക്കുന്നേ? ആ മരുന്നിന്റെ സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, അവനവിടെ കുടുങ്ങി കിടക്കുക. ഈ കൊമ്പ് ഉണങ്ങിയതാണ്. ഇനി മുന്നോട്ട് പോയാ അത് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞു പോയിക്കോട്ടെ, നീ ചെല്ല്. എന്നിട്ട് സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, ഞാൻ ഈ ഉണക്ക കൊമ്പി കയറി കഴിഞ്ഞാ എന്റെ കഥ കഴിഞ്ഞു പോയില്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അതെ, ഇതിവിടെ കുടുങ്ങി കിടക്കുക. സംശയമുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യുക? അമ്മാവന് മരുന്ന് അത്യാവശ്യമാണ്. അവിടെ നിന്നും ആ മരുന്നിനെ എങ്ങനെയെങ്കിലും എടുത്തേ മതിയാകൂ. ഫയർഫോഴ്സ്, അവർ തീർച്ചയായും നമ്മളെ സഹായിക്കും. നിൽക്കൂ നിൽക്കൂ. അവരുടെ പൂച്ച മരത്തിൽ കുടുങ്ങി പോയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പൂച്ച മരത്തിൽ കുടുങ്ങിപ്പോയതാണോ? അല്ല അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ മരത്തിന്റെ മുകളിലുള്ള മരുന്ന് വേഗം എടുത്ത് തരൂ. അല്ല, ഈ മരുന്നെപ്പോഴാ മരത്തിലുണ്ടാകാൻ തുടങ്ങിയത്?
എടോ ഞങ്ങളുടെ മരുന്ന് വെച്ച സഞ്ചി ആ മരക്കൊമ്പിൽ ഉടക്കി കിടക്കുക. സംശയമുണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. സാർ, എന്റെ അമ്മാവന്റെ മരുന്ന് മരത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഏണിയുണ്ടല്ലോ, അത് എടുത്തു വെച്ച് വേഗം ആ മരുന്നൊന്ന് എടുത്തു തരൂ അത് പ്ലീസ്. ശരി, അപ്പൊ നിങ്ങളല്ലായിരുന്നോ ഞങ്ങൾക്ക് ഫോൺ ചെയ്തത്? എന്നാ ശരി, കുഴപ്പമില്ല. മോഹന, ഞാൻ ഈ ട്രക്ക് മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നീ ആ ഏണി എടുക്കാം. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. എന്താ ഒരു സീനറി! മരുന്ന് സഞ്ചി ആകാശത്തിലല്ല ഉള്ളത്, ആ മരത്തിന്റെ കൊമ്പിലാ. സംശയമുണ്ടോ? മോഹന, അത് താഴേക്ക് കൊണ്ടുപോവാ. ഇത്രയും ബോളിൽ ഞാൻ എങ്ങനെയാ വന്നത്? അയ്യോ, താഴെ ഓടിക്കോ! അയ്യോ, രക്ഷിക്കണേ! എടാ, അമ്മാവന്റെ മരുന്ന്. അതിന്റെ പുറകെ ഓട്. അത് അങ്ങോട്ടാ പോയത്, ദാ അങ്ങോട്ട്. ഐഡിയ! കാളിച്ചേട്ടാ, ഐ എം കമ്മിങ്. ഇത് മുതലാണോ വയറാണോ? നീ എന്താ ഞാൻ കുതിരയാണെന്ന് വിചാരിച്ച് സവാരി ചെയ്യുകയാണോ? ഞാൻ കാളക്കുട്ടനാണ്. അപ്പൊ നാട്ടുകാരെന്തിനാ നിങ്ങൾ കുതിരയായിട്ട് കണക്കാക്കുന്നത്? നാട്ടുകാരല്ല കണക്കാക്കുന്നത് നീയാ. എന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ പൂച്ചയാണ്, പക്ഷെ എല്ലാരും എന്നെ കഴുതെന്നാ വിളിക്കാറ്. പിന്നെ തുടങ്ങി എനിക്കും തോന്നി തുടങ്ങി ഞാനൊരു കഴുതയാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയാം ഞാൻ കാളയാണെന്ന്. അതിപ്പോ ഞാൻ നിന്നെ അറിയിച്ചു തരാം. കഞ്ഞി കിട്ടിയല്ലോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കണിയെ രക്ഷിക്കണം. എന്റെ അമ്മച്ചേ! അമ്മാവന്റെ മരുന്ന് സഞ്ചി കിട്ടി. ഓക്കേ. എന്നാ വേഗം വാ, അമ്മാവന് ഉടൻ തന്നെ മരുന്ന് കൊണ്ടുപോയി കൊടുക്കാം. എന്റെ അമ്മാവൻ എന്താണ് സംഭവിച്ചത്? നീ പേടിക്കാതിരിക്ക്, മരുന്നുണ്ടല്ലോ. അമ്മാവന് ഈ മരുന്നിന്റെ ആവശ്യമില്ല. അങ്ങേർക്കൊരു കുഴപ്പമില്ലല്ലോ. നിനക്കെന്താ ഡോക്ടർ ബാലുവിനേക്കാളും ബുദ്ധിയുണ്ടോ? കൂടുതലാണോ കുറവാണെന്ന് എന്തിനാ ചോദിക്കുന്നേ? അതുണ്ടെങ്കിൽ ചോദിച്ചാ പോരെ. എനിക്കാണെങ്കിൽ തലക്കകത്ത് ഒന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ചിന്തിക്കാൻ നിക്കുന്നേ? മേഡം അമ്മാവന് വേണ്ടിയല്ലേ മരുന്ന് അയച്ചേ. അപ്പൊ അമ്മാവന് ഇത് ആവശ്യമുണ്ട്. ഓ, എന്താ പറയുന്നത് അമ്മാവൻ? ഇതുവരെ മരുന്ന് അവിടെ കിട്ടിയില്ലെന്നോ? ഇല്ല മോളെ, ഞാൻ ഈ വാതുക്കൾ തന്നെ നിൽപ്പുണ്ട്. അമ്മാവാ, അമ്മാവന് വേണ്ടി ഞങ്ങൾ ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ ഇത്? നിങ്ങളോ? നിങ്ങളെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ദാ നിങ്ങൾ വന്നു. അല്ല, എന്താ ഇത്? സത്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം തോന്നാറുണ്ട്. മരുന്നോ? എന്തിനാ ഇപ്പൊ ഈ മരുന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കിപ്പോ ഇതിന്റെ ഒരാവശ്യവുമില്ല. ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യവാനാണ്. കേട്ടില്ലേ? ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. അമ്മാവനൊരു കുഴപ്പമില്ല. ഈ മരുന്ന് വേറെ ഏതോ അമ്മാവന് വേണ്ടിയിട്ടുള്ളതാ. അമ്മാവന് മരുന്ന് കഴിക്കാൻ പേടിയാ, അതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നേ. അതുകൊണ്ടാ മേഡം ക്ലിനിക്ക് വെച്ച് പറഞ്ഞത് ഒരു ഡോസ് ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന്. സംശയമുണ്ടോ? ഇല്ല, ഞാൻ ഈ മരുന്ന് ഒരു കാരണവശാലും കഴിക്കില്ല. എനിക്ക് ഈ മരുന്നിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അമ്മാവാ, ഈ മരുന്ന് കഴിച്ചോളൂ. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അതെ അമ്മാവാ. ആണോ? ഞാൻ അങ്ങക്ക് മരുന്നെടുത്ത് തരാം. കഴിച്ചോളൂ. ഇല്ല, ഞാൻ കഴിക്കില്ല. എടാ, അമ്മാവനെ വേഗം പിടിക്ക്. എന്റെ അമ്മച്ചി!
ജോർദാറെ കൈ മുമ്പോട്ട് പിടിക്ക്. പുലി മുരുകൻ. എനിക്കിതിന്റെ മോളിൽ കയറണം. എന്നെ വെറുതെ വിട്ടേക്ക്. മോളെ ഇങ്ങോട്ടാരും വന്നില്ലല്ലോ. ആരുടെ കയ്യിലാ കൊടുത്തു വിട്ടത്? ഹണിയും ബണിയും സോർദാറും പൂപ്പട്ടുമുണ്ട്. ഓ, ഹണിയും ബണിയും സോർദാറും പോപ്പട്ടും അല്ലേ? എല്ലാരെയും ഞാൻ കണ്ടു. അമ്മാവ അവിടെ നിൽക്ക്. അമ്മാവനെ മരുന്ന് കഴിപ്പിക്കാൻ പുറകെ ഓടി ഓടി ഇനിയിപ്പോ നമ്മൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. വായടക്ക് വേഗം അതത് പിടിക്ക വിട് മക്കളെ. കഴിക്ക. ആ മരുന്ന് എനിക്ക് വേണ്ട. ഈ മരുന്ന് കഴിക്കാതെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഈ മരുന്ന് കഴിപ്പിച്ചിട്ടേ വിടൂ. ഹണി ബണി സോർദാറെ പോപ്പട്ടെ, നിങ്ങൾ എന്ത് തമാശയാ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തന്നയച്ച എന്റെ മരുന്ന് എവിടെ? അമ്മാവന്റെ മരുന്നോ? അതെ, മരുന്ന് ഡോക്ടർ ബാലുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതല്ലേ? ആ മരുന്ന് നിങ്ങളുടെ മാഡം എനിക്ക് തരാൻ വേണ്ടിയാ കൊടുത്തയച്ചത്. അമ്മാവാ ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ മരുന്ന്. താങ്ക് യു കുട്ടികളെ. ആ മോളെ മരുന്ന് കിട്ടി. എന്തായാലും നന്നായി ആ മരുന്ന് നിന്റെ അമ്മാവനെ കുടിപ്പിക്കാതിരുന്നത്. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. സോർദാറിന്റെ അമ്മാവന് ഒരു കുഴപ്പമില്ല. അമ്മാവ സോറി, ഡോക്ടർ ബാലു കാരണം ഞങ്ങൾ കൺഫ്യൂസ് ആയി പോയതാണ്. ഞാൻ കരുതിയത് ഈ മരുന്ന് അമ്മാവനുള്ളതെന്നാണ്. അത് കുഴപ്പമൊന്നുമില്ല. നിനക്ക് എന്റെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധയുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ കൂട്ടുകാർക്കും എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. നിന്നെ പോലൊരു മരുമോനെ കിട്ടിയതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഓ